ഇതാണ് ഇത്തവണത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻ. ഒന്നും പഠിക്കാതെ ആൻസർ ചെയ്യാൻ പറ്റിയ സാധനം. അതായത് എത്തിക്സിൻ്റെ കേസ് സ്റ്റഡിയാണ് ഈ ഉദ്ദേശിക്കുന്നത്. കേസ് സ്റ്റഡിയുടെ ഒരു മിനിയേച്ചർ വേർഷൻ. ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. ഒന്ന് ഞാൻ ചോദിച്ചതിനടുത്ത് മിസ്റ്റർ എക്സ് ഇസ് എ സീനിയർ ഓഫീസർ വാസ് ഓവർസീയിങ് എ ക്രിട്ടിക്കൽ വാക്സിനേഷൻ പ്രോഗ്രാം ഡ്യൂറിങ് എ പാൻഡമിക്. Okay, so he found that a private service provider was responsible for vaccine distribution, was compromising on quality to make profits. Kada pakka case study. Then, despite immense pressure to manage the issue due to vested interest, he raised his voice based on the principles of public administration, which he learned during various training programs attended across his career. He reported the issue to the appropriate vigilance authority and halted the contract to ensure citizen welfare. ഇതെന്താണെന്നാണ് ചോദിക്കുന്നത്. ഔട്ട് ഓഫ് ദീസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ കുറച്ച് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ട് 4 സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഹി വാസ് ഇൻ ചാർജ് ഓഫ് മോണിറ്ററിങ് ഓൾ ദീസ് തിങ്സ്. അങ്ങനെ വരുമ്പോഴേക്കും ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇതിൽ ഏരിയയിലേ ഇല്ല. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഡെലിഗേഷൻ എന്താ പറയുന്നത്? നമ്മുടെ വർക്ക് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ആസ്പെക്ട്, അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. സോ ഇവിടെ ബേസിക്കലി ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത് റിപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ സംഭവം. അത് ഇതിൽ രണ്ടിലേതൊരു എസ്പ്രിറ്റ് ഡി കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതല്ലേ കുറച്ചും കൂടെ സൂട്ടഡ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. സോ ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കേസ് സ്റ്റഡി പോലത്തെ ഒരു സെനാരിയോ മാത്രം തന്നിട്ട് ഇവർ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ശരിക്കും ഇതൊക്കെ ഈസിയാണ്. പക്ഷേ ഈ കോഡ് ഡി ഒക്കെ വന്നവർക്കാണ് കുറച്ച് പണിയായിപ്പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പേപ്പർ കിട്ടുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊന്ന് അരിച്ച് വെറുക്കുക. ചില ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്ത് തുടങ്ങണം. ഇല്ലെങ്കിൽ ലാസ്റ്റിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ചെറുത് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ബൾക്കായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാത്തവർ ഫസ്റ്റ് ടൈമേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 2 ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് 50 എടുത്തു, ഒരു 5-8 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അറിയില്ല, നേരെ 50 to 100 നോക്കിയാൽ മതി. അല്ലെങ്കിൽ 100 to അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ. ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഇനിയൊന്നും വരത്തില്ല എന്നുള്ള ആസ്പെക്റ്റ്. എന്തായാലും ഈ ഒരു പേപ്പർ ആയിരുന്നെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ എല്ലാ മാർക്കും പോയേനെ. ഏൻഷ്യൻ്റ് മീഡിയയിൽ ഒന്നും അറിയാൻ പാടില്ല അതിൻ്റെ അകത്ത്. കാരണം അത് പഠിക്കാറില്ല, അതിനൊരു അത്ര യൂട്ടിലിറ്റി വരാറില്ല. പിന്നെ ബുദ്ധിസം ജൈനിസം എന്തായാലും ഇത്തവണ എന്നല്ല എല്ലാ കൊല്ലം ഉണ്ടായിരുന്നു. ഒരു വർഷം മാത്രമേ ബുദ്ധിസം ജൈനിസം ഇല്ലാത്തൊരു വർഷം ഉണ്ടായിട്ടുള്ളൂ, ഒരു 15 വർഷത്തിൽ. ഏതൊരു 23-24. അതല്ലാതെ എല്ലാ കൊല്ലവും വരും. പിന്നെ ഈ എക്സ്കവേഷൻസ് മുഴുവൻ ഇത്തവണ പിപ്രാവ റിലിക്സ്, കുറേ റിലിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ബുദ്ധിസ്റ്റ് സാധനങ്ങളാണ് കിട്ടിയത്. സോ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സംഭവം എക്സ്പെക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ എനിവേസ് അപ്പോൾ ഇതിലൊന്നുമില്ല. ഇതുപോലത്തെ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് നോക്ക്. ഇതേപോലത്തെ ആരാ പോയാ ഇനി മൾട്ടി എത്നിക് ഡിസ്ട്രിക്ട്. ഇതൊക്കെ ആ എക്സാം പ്രഷറിൽ നമ്മളവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ചിലപ്പം കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല. അതിനാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, പേപ്പർ വായിക്കണതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് സ്പീഡിൽ വായിച്ചു പോകാം. ആ എഡിറ്റോറിയലൊക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇൻ എ മൾട്ടി എത്നിക് ഡിസ്ട്രിക്ട് വെയർ ബോത്ത് എക്കണോമിക് കോമ്പറ്റീഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഗ്രീവിയൻസസ് frequently led to community tensions, a flashpoint has arisen with a government decision to allocate land for a waste management facility near a tribal hamlet, sparking protest by the tribal community which claimed that the land was sacred and critical to their cultural identity. സംഭവം മനസ്സിലായോ? വേസ്റ്റ് തട്ടുന്നൊരു സ്ഥലമാണ്, ലാൻഡ് ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി. സോ അപ്പോൾ ട്രൈബൽ ഹാംലെറ്റ് ഉണ്ട്, അപ്പോൾ അവർ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു രീതി പറയുന്നു. At the same time, urban residents and local industries supported the project, citing severe solid waste challenges and health concerns due to lack of proper disposal site. ഡിസ്പോസൽ സൈറ്റ് ആവശ്യമാണ്, പക്ഷേ ഇവിടെ ഈ ട്രൈബൽസിൻ്റെ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുള്ള സംഭവം. Then the conflict has escalated with road blockades, social media campaigns and allegations of police excesses. As a responsible government official, you are tasked with resolving the situation through mediation, ensuring a sustainable outcome that balances environmental needs, tribal rights and urban public health. ഓക്കെ, മനസ്സിലായോ? കഥ മനസ്സിലായോ? പ്രീതം മനസ്സിലായോ? ഇതാ പിടിച്ചോ. A successful conflict resolution process must begin with acknowledging the cultural concerns of protesting tribal communities before discussing technical alternatives. ശരിയാണോ? ഒടിവാ, ശരിയാണോ? A successful conflict resolution process must begin with acknowledging the cultural concerns of protesting tribal community before discussing technical alternatives. അത് ഉറപ്പായിട്ടും വേണ്ടേ, അല്ല ട്രൈബൽസിനോട് പോയി പണി വെക്കാൻ പറയില്ലല്ലോ. അക്നോളജിങ് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും അത് വേണം. ഇതാണ് ഫസ്റ്റ് തിങ് ടു ഡു. അല്ലെങ്കിൽ നമ്മൾ അവരെ കെയർ ചെയ്യാത്തതിൻ്റെ രീതിയിൽ നേരെ ടെക്നിക്കൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു പോകും. സോ 1 is definitely there. ഇതിൽ ഓപ്ഷൻസ് നമുക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഇതിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തവർ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ താഴെ ആൻസർ ഇതിൽ ഏതിൽ വരും എന്നുള്ളതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചോ. ഇറ്റ് വിൽ ബി എന്താ 1C, D ഈ 3 ഒരെണ്ണേ വരുള്ളൂ. എന്നിട്ട് സെക്കൻഡ് വെച്ച് ദ ഗവൺമെൻറ് ഷുഡ് മൂവ് അഹെഡ് വിത്ത് ദ പ്രോജക്ട് വിത്തൗട്ട് ഡിലേ ടു അഡ്രസ് അർബൻ ഹെൽത്ത് കൺസേൺസ് വിച്ച് ഔട്ട്വേസ് ദ സെൻറ്റിമെൻറ്റ്സ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ്. അതൊരിക്കലും ഉണ്ടാവില്ല. സ്മോൾ ഗ്രൂപ്പ് ആയാലും ശരി, 2 പേരായാലും ശരി, അവരെ ഔട്ട്വേ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇനി 2 മാറ്റാൻ പറ്റിയ എവിടെയാണ്? ആൻസർ എത്തി. ഞാനാണെങ്കിൽ 4th one വായിച്ചു പോലും നോക്കൂല, സമയം കളയേണ്ട ആവശ്യമില്ല. 2 ഇല്ല, കഴിഞ്ഞു. 1, 3 and 4 ഇസ് ദി ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇതെപ്പോഴും ഒന്ന് ഫോളോ ചെയ്യണം ഈ സംഭവം. എവിടെ നമ്മുടെ ഇത് എന്താ 1, 3 and 4 അല്ലേ 2 ഇല്ലാത്ത ആൻസർ? യെസ്. ഈ ഒരു പ്രാക്ടീസേ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നേരെ ആദ്യം ഇങ്ങോട്ടാണ് വരുന്നത്. കാരണം ഇത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ പേപ്പറുകളിൽ നിന്ന് ഇത് വർക്കൗട്ട് ആവില്ല. കഴിഞ്ഞ വർഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോത്ത് 2 and 3 എക്സ്പ്ലെയിൻസ് 1 അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടുപോയെന്നെ. പക്ഷേ ഇത് ഈസിയാണ്. ഇത് പണ്ടത്തെ ഫോർമാറ്റ്, ഇത് 1, 3, 1, 3, 4 അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ്. സോ അതൊരു ജനറൽ ഇതായിട്ട് വന്നതുകൊണ്ട് ആക്ച്വലി ഇത് ഭയങ്കര ടഫ് എന്നൊന്നും പറയാൻ പറ്റില്ല ഈ പേപ്പർ ആക്ച്വലി. അടുത്തത് എന്താ കഥ? 3 or 4 വന്നു ഇങ്ങനത്തെ. അടുത്ത വീണ്ടും മിസ് എക്സ് ആണ്. ഇറ്റ്സ് എ മിഡ് ലെവൽ സിവിൽ സർവീസ് ഒഫീഷ്യൽ വർക്കിംഗ് ഇൻ ദി അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ മേജർ സിറ്റി. Recently, she was involved in approving a contract for a public infrastructure project, a new community park. During the approval process, she received a piece of confidential information indicating that one of the shortlisted contractors had a history of poor workmanship and allegations of corruption in other cities, though nothing had been legally proven. Then, head of the department, Mr. Y, advised her not to disclose this information to the project committee or the public because it could delay the project and damage the സിറ്റീസ് റെപ്യൂട്ടേഷൻ. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അക്കൗണ്ടബിലിറ്റിയുടെ ഓപ്ഷനൊക്കെ എടുത്തിടാൻ പറ്റിയായിരുന്നു. എനിവേസ്, ഹൗവർ മിസ് എക്സ് ബിലീവ് ദാറ്റ് വിത്ത്ഹോൾഡിംഗ് സച്ച് ഇൻഫർമേഷൻ കോംപ്രമൈസ്ഡ് ട്രാൻസ്പാരൻസി ആൻഡ് പബ്ലിക് ട്രസ്റ്റ്. ഇനി എന്താ ചോദിക്കണേ? വാട്ട് അമംഗ്സ് ദ ഫോളോയിങ് ഷുഡ് മിസ് എക്സ് ഡു എന്നാണ് പറഞ്ഞത്. ഇമ്മീഡിയറ്റ്ലി ഡിസ്ക്ലോസ് ദ ഇൻഫർമേഷൻ ടു ദ പ്രോജക്ട് കമ്മിറ്റി ആൻഡ് ദ പബ്ലിക്. നിന്നു ഇതുപോലത്തുള്ള ടേംസ് എന്താ നമ്മുടെ ഈ പെട്ടെന്ന് എടുത്തിയാടിയുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരില്ല. മനസ്സിലായോ? അതൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ഇവിടെ എന്താ പറ്റിയത് തന്നെയല്ലേ. ക്ലോസ് ചെയ്യണം. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലോ പെട്ടെന്ന് ചാടിക്കയറി എടുക്കുന്ന സാധനങ്ങളൊന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എവിടെയും വരില്ല. പേഷ്യൻസ് ആണല്ലോ ഇവിടെ മെയിൻ എന്നൊക്കെ പറയുന്ന പോലെ. എഡിറ്റാണോ ഫയലാണോ? എഡിറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കീ വേർഡ്സ് ശ്രദ്ധിക്കണം. ഇതേ സെയിം തന്നെ നിങ്ങൾ എവിടെ പോകണം? കുളിക്കാൻ പോകണം. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനത്തെ എക്സ്ട്രീം ഫോംസ് ഒക്കെ ഉണ്ടാവില്ല. അതൊന്നും ആൻസറിൽ വരാറില്ല. എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും ഈ കേസ് സ്റ്റഡി. സെക്കൻഡ് എന്താ? റെക്കമെൻഡ് റിമൂവിങ് ദ കോൺട്രാക്ടർ ഫ്രം ദ ഷോർട്ട് ലിസ്റ്റ് ടു പ്രൊട്ടക്ട് ദ പ്രോജക്ട്സ് ഇൻറ്റഗ്രിറ്റി. എന്ത് തോന്നുന്നു? അത് പറഞ്ഞു. അതായത് പ്രോജക്റ്റ് നിന്ന് പോകുന്ന അവരുടെ മുകളിലുള്ള ആൾ പറയുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഇതിലിപ്പോൾ എന്താ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമുക്ക് ആദ്യം ഇത് നോക്കിയാലോ. ആ ഫസ്റ്റ് ഓപ്ഷൻ മാറ്റി കഴിഞ്ഞുള്ള ആൻസർ എന്തെങ്കിലും എത്തിയെന്ന് നോക്കാം. 1, 2 and 3, 3. അപ്പോൾ 3 എന്തായാലും വായിക്കേണ്ട, 3 എന്തായാലും ഉണ്ട്. ഇനി 2 പറ. റെക്കമെൻഡ് റിമൂവിങ് ദ കോൺട്രാക്ടർ ഫ്രം ദ ഷോർട്ട് ലിസ്റ്റ് ടു പ്രൊട്ടക്ട് ദ പ്രോജക്ട്സ് ഇൻറ്റഗ്രിറ്റി. ചെയ്യാമല്ലോ. ഓക്കെ. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. ഈ വല്ലവനും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലൊരു വാക്കുണ്ട് നിങ്ങളുടെ ഇതിനകത്ത്. അതായത് ലീഗലി ഹാഡ് ബീൻ ലീഗലി പ്രൂവൺ, നത്തിങ് ഹാഡ് ബീൻ ലീഗലി പ്രൂവൺ. പിന്നെ എങ്ങനെ റെക്കമെൻഡ് ചെയ്യും? നിങ്ങൾക്ക് തെളിവ് കിട്ടി പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ ഒരാളെ പിടിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നോട്ട് ലീഗലി എന്ന് അവർ തന്നെ ആൻസറിൽ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഊഹാപോഹം അല്ല, അവർ തന്നെ തന്നിട്ടുണ്ട്. നത്തിങ് ഹാഡ് ബീൻ ലീഗലി പ്രൂവൺ. തെളിവില്ലാതെ നമ്മൾ അല്ലെങ്കിൽ പ്രൂഫില്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പം 2 വരില്ല. 2 ഇല്ല. ഇതുപോലത്തുള്ള കേസ് സ്റ്റഡിയിൽ ഫസ്റ്റ് എന്താ? ഒരു കമ്മിറ്റി ഫോം ചെയ്യുക, അന്വേഷണം നടത്തുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്.
ആ ഏതാ? പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നുപോയില്ലേ? പ്രപ്പോസ് എ ലിമിറ്റഡ് ഡിസ്ക്ലോഷർ ടു ആൻ ഓവർസൈറ്റ് കമ്മിറ്റി. അത് കുഴപ്പമില്ലല്ലോ. ഓവർസൈറ്റ് കമ്മിറ്റി ഉണ്ട്, അവർ ചെക്ക് ചെയ്യും വെദർ ദ ഇൻഫർമേഷൻ, എന്നിട്ട് കറക്റ്റ് ആണോ എന്നുള്ള ആസ്പെക്ട് നോക്കിയിട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ 3 വരുള്ളൂ. എന്താണ് പ്രശ്നം? അതാര് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ലെന്ന്? അതിന് നമ്മൾ കള്ളമല്ലല്ലോ പറയുന്നത്. ലിമിറ്റഡ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യം പറയാം. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, സോ അതെന്ത് ചെയ്യണം എന്നുള്ള ആസ്പെക്ട്. എന്നിട്ട് വൈൽ കീപ്പിംഗ് ദ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ഫ്രം ദ പബ്ലിക്, ബിക്കോസ് അതും നമുക്ക് വേണം. നമുക്കിത് ഡിലേ ആവരുത് എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ. ലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു അല്ല, ഡിസ്ക്ലോഷർ ടു ആൻ കമ്മിറ്റി തന്നെ, ഓവർസൈറ്റ് കമ്മിറ്റി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കോൺഫിഡൻഷ്യൽ ഫ്രം ദ പബ്ലിക്. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡിലേയുടെയും മറ്റ് പ്രശ്നങ്ങൾ വേറെ, റെപ്യൂട്ടേഷൻ, എല്ലാ സാധനങ്ങളും അഫക്റ്റഡ് ആവും. അതുകൊണ്ടാണ് സംഭവം. അങ്ങനെ ചോദ്യം ഇതിനകത്തില്ലല്ലോ. ഇല്ലാത്ത കഥ എന്തിനാ? അത് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. ലൈവല്ല, മീൻസ് റെക്കോർഡിങ്. ലൈവ് ഇതില്ല, അത് പ്രശ്നമില്ല. അതും ധൈര്യമായിട്ട് ചോദിച്ചോ. ചോദ്യം ക്ലിയർ ആക്കി പോകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇത്. അത് കട്ട് ചെയ്തിട്ടിടും. അപ്പോൾ ഈ സംഭവം മനസ്സിലായോ? ഈ റിമൂവിങ് എന്നൊക്കെ പറയുന്ന ഇതിൽ പ്രശ്നമെന്ന് വെച്ചാൽ ആകെ അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് റെക്കമെൻഡെന്നേ പറയുന്നുള്ളൂ, എടുത്ത് കളയാൻ പറയുന്നില്ല. അത് വന്നേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈൻ ബൈ ലൈൻ ഇങ്ങനത്തെ കേസ് സ്റ്റഡിയിൽ വായിച്ചില്ലെങ്കിൽ ആൻസറിലേക്ക് എത്തില്ല. ഇപ്പോൾ CSAT ആൻസറും UPSC ഇറക്കാൻ പോകുന്ന ആൻസറും അക്കാഡമിക്സ് ഇറക്കുന്ന ആൻസറും തമ്മിൽ കോംപ്രിഹെൻഷനിൽ നല്ല വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. ഒരു 4 ക്വസ്റ്റ്യൻ മാറിയാൽ തന്നെ 10 ഇത്രയും വരും. 10ഉം പിന്നെ ഒരു 13 മാർക്ക് മാറിക്കിട്ടും. കാരണം 0.83 പെർ ഇതും പിന്നെ 2.5 വെച്ചിട്ട് അങ്ങനെ മാറിക്കിട്ടും. സോ അതുകൊണ്ട് എപ്പോഴും അങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. കോംപ്രിഹെൻഷനിൽ നമുക്ക് അത് തന്നെയാണോ ആൻസർ എന്ന് പറയാൻ പറ്റില്ല. യെസ്, നിതിൻ സാർ ക്ഷമ കെട്ട് വന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഉറങ്ങിയിട്ടേ എൻ്റെ അമ്മോ ഭയങ്കരമായിപ്പോയി. ഇത് പക്ക ഒരു പൊളിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. ഇതൊരു കേസ് സ്റ്റഡിയോ അങ്ങനത്തെ ഒന്നുമല്ല. ഒരു എക്സ് എന്ന് പറഞ്ഞ ആൾ പറയാണ് അതായത് വാട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ലോ അണ്ടർ ആർട്ടിക്കിൾ 13 പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ പഠിച്ചോ? അപ്പോൾ അത് അല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വന്നല്ലോ. സോ ഇറ്റ് ഇൻക്ലൂഡഡ് ഓർഡിനൻസസ്, ഓർഡേഴ്സ് ആൻഡ് ഈവൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് എക്സ് പറയുന്നു. വൈ പറയുന്നു അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് കസ്റ്റംസ് ആൻഡ് യൂസേജ് ഹാവിങ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ദ ഫോഴ്സ് ഓഫ് ലോ. ട്രഡീഷൻസ്, കസ്റ്റംസ് പോലത്തുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുമെന്നാണ് വൈ പറയുന്നത്. അപ്പോൾ അത് എക്സിന് കൺവിൻസ് ആയില്ല. അപ്പോൾ ഇതിൽ ചോദ്യം, എക്സ് ഇസ് കറക്റ്റ് ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ ഇൻക്ലൂഡിങ് വ്യൂ ഓൺ നോൺ ഇൻക്ലൂഷൻ ഓഫ് കസ്റ്റം. എക്സ് പറയുന്നു നീ പറയുന്ന കസ്റ്റംസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. വൈ പറയുന്നു എന്താ പറയുക, ദ വ്യൂ ഓഫ് വൈ ദാറ്റ് ലോ ഇൻക്ലൂഡഡ് കസ്റ്റം ഇസ് നോട്ട് കറക്റ്റ്. അതെന്താണ് വ്യൂ ഓഫ് വൈ ദാറ്റ് ലോ ഇൻക്ലൂഡഡ് കസ്റ്റം ഇസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് കൺക്ലൂഷനാണ് ചോദിച്ചേക്കണേ. കൺക്ലൂഷൻ. പിന്നെ എക്സും വൈയും കറക്റ്റ് ആണെന്ന്, വ്യൂ ഓഫ് വൈ ഓൺലി ഈസ് കറക്റ്റ്. അതായത് ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ദ വ്യൂ ഓഫ് വൈ. അപ്പം നമ്മളോട് ചോദിച്ചേക്കണം അങ്ങനെയാണോ? കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവർ തമ്മിലുള്ള അന്തർധാര കറക്റ്റാണ്. അതല്ലേ? എക്സ് പറഞ്ഞാൽ ശരിക്കും ഡെഫിനറ്റ്ലി കൺഫേം ആണ്. കസ്റ്റം പറഞ്ഞ വൈ അല്ല, കസ്റ്റം വരില്ല എന്ന് എക്സാ പറയുന്നത്. ഇന്ത്യയിലെ പ്രസന്റ് സെനാരിയോയിൽ രണ്ടും കറക്റ്റാണ്. എക്സും വൈ രണ്ടും പറയുന്നത് കറക്റ്റാണ്. കസ്റ്റംസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. ആ സാധനമുണ്ട്. അത് ലക്ഷ്മിയാതിലുണ്ടല്ലോ ഈ സാധനം, കസ്റ്റംസ് ആർ ഇൻക്ലൂഡഡ് എന്നുള്ള ആസ്പെക്റ്റ്. അപ്പോൾ ഇതിൽ ഒരു സംശയമില്ല, ഈ സാധനം വരും. കസ്റ്റംസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. ഇനി ഇതിലൊന്നും പറയാൻ പറ്റില്ല UPSC, പക്ഷേ ഇതിൽ UPSC ഇൻ്റർപ്രിട്ടേഷൻ വരാൻ ചാൻസ് ഇല്ല. 13 ഇതുണ്ട്. 13 ഇല്ല. ഡിയോ വൈ ഇസ് കറക്റ്റോ? അതൊരിക്കലും വരില്ലല്ലോ. വൈ പറയുന്ന കസ്റ്റംസാ. കസ്റ്റം ഓർഡിനൻസസ് ഒക്കെ എന്തായാലും വരുമല്ലോ ലോയിൽ, ആർട്ടിക്കിൾ 13. എവിടെ? ഇല്ല, വ്യൂ ഓഫ് വൈ ഓൺലി ഈസ് കറക്റ്റ്. അതെങ്ങനെ വരും? ദാറ്റ് മീൻസ് എക്സ് റോങ് ആണെന്നല്ലേ? എക്സിൽ ഓർഡിനൻസസ് ഒക്കെ ഉണ്ടെന്നേ, അതൊരിക്കലും തെറ്റൂല. ഓർഡിനൻസസ്, ഓർഡേഴ്സ്, ഈവൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊക്കെ ലോയിൽ വരും. അത് 100% കൺഫേമാണ്. ഗവർണറിൻ്റെ ഓർഡിനൻസ് ഇറക്കി അല്ലെങ്കിൽ പ്രസിഡന്റ് ഓർഡിനൻസ് ഇറക്കി എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ദി എഫക്റ്റ് ഓഫ് ലോ. അതിൽ കഥയുണ്ടോ? അത് ഉറപ്പാണ്. പ്രീതമേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഡിനൻസ് പഠിച്ച ഓർമ്മയുണ്ടോ? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നിയമം തന്നെയാണത്, അതിലൊരു വ്യത്യാസമില്ല ആർട്ടിക്കിൾ 13. ഓക്കെ, സോ പ്രോബബ്ലി ദിസ് ഇസ് ദി ആൻസർ ഫോർ ദിസ്. ഇനി എന്താ?
അടുത്ത ആരാ? ആ, ഇത് പക്ക ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പൊളിറ്റിയിൽ നിന്ന് വന്ന ചുരുക്കം ചില ക്വസ്റ്റ്യൻസിൽ വന്നേക്കുന്ന സംഭവമാണ് ഈ സാധനം. ഇത് ഇത്രയും ഡീപ്പിലായിട്ടും ആ ആർട്ടിക്കിൾ തന്നെ 395 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ അതാ. ദർ ഇസ് നോ ആർട്ടിക്കിൾ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് സ്പെസിഫൈസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിൽ ബി ഒഫീഷ്യലി കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതല്ല, ഇത് കറക്റ്റാണ് ആക്ച്വലി. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ സാധനമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം. ഇല്ല, ഒഫീഷ്യലി ഇതിൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. ഒഫീഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നില്ല, ഒഫീഷ്യൽ ഇല്ല. അല്ല, അതിതാ 395 ടോക്കിംഗ് അബൌട്ട് ദിസ്. ഈ പറഞ്ഞ നോ ആർട്ടിക്കിൾ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ സ്പെസിഫൈസ് ദാറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് സ്റ്റാൻഡ് റിപ്പീൽഡ്. ഇതുണ്ട്. ഇത് 395 ആണ്. 395 മൊത്തം റിപ്പീറ്റേഴ്സോ? അല്ല, ഇത് രണ്ടും ഉറപ്പായിട്ടും വരും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റീപ്ലേസ് ചെയ്തിട്ടാണല്ലോ ഇത് വന്നത്. ഈ രണ്ട് സാധനങ്ങൾ എടുത്ത് മാറ്റി, അതാണ് 395 പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ദെയർ ഇസ് നോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് തെറ്റാണ്. ദിസ് ഇസ് റോങ്. അപ്പോൾ ഇതൊക്കെ ഇതിലൊന്നും ഒരു കോൺസെപ്റ്റും ഇല്ല. അത് മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെർ ഇസ് നോ ആർട്ടിക്കിൾ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് മെൻഷൻസ് 26 January ആസ് ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് തിങ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് തെറ്റാ. സോ ഇതിൽ ആൻസർ ഫസ്റ്റ് വൺ, നോ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദി ഒൺലി വൺ. എന്ന് വെച്ചാൽ ഒൺലി വൺ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരു കൺസെപ്റ്റും ഇല്ല ഇതിനകത്ത്, നേരെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി. അപ്പോൾ വളരെ റെയറായിട്ട് പൊളിറ്റിയിൽ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാറുള്ളൂ. എനിവേസ്, നമുക്ക് നേരെ ആ ആൻസറിലേക്ക് പോവാം. കാരണം കൺസെപ്റ്റുള്ള സംഭവങ്ങൾ വരുന്നേ ഉള്ളൂ. ആ ജോഗ്രഫി നേരത്തെ നിങ്ങൾ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ ഋഷി സാർ പറഞ്ഞാൽ, അതിലൊക്കെ കുറേ കൺസെപ്റ്റ് ഉണ്ട്. ഒന്നുമില്ല കൺസെപ്റ്റ്, നേരെ അത് പഠിക്കുക, ബൈഹാർട്ട് അടിച്ച് പഠിക്കുക എന്നുള്ള ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. എന്താ ഈ ക്വസ്റ്റ്യൻ ഒക്കെ പക്ക ലോജിക്കലായിട്ട് നമുക്ക് പഠിച്ചില്ലെങ്കിലും എഴുതാൻ പറ്റിയ സാധനമാണ്. കുറച്ചൊരു കോമൺ സെൻസിക്കൽ അപ്രോച്ച് ചെയ്യാം. വിത്ത് റെഫറൻസ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ഇന്ത്യ. ഇത് കറണ്ട് അഫയേഴ്സിൽ പലതവണ വന്നിട്ടുണ്ട്, ഇന്ത്യൻ സൊസൈറ്റിയിലൊക്കെ വരും, സോഷ്യൽ ജസ്റ്റിസിൽ. ദ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഇൻ 2018 mandates reservation in education and employment, places a legal duty on governments to ensure accessibility and non-discrimination. ശരിയാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എത്ര റിസർവേഷൻ ഇൻ എംപ്ലോയ്മെൻറ്റും എഡ്യൂക്കേഷനും? ഇല്ലില്ല, 4ഉം 5ഉം ഒക്കെ, 4ഉം 5ഉം ഒക്കെ ആയിട്ട് റിസർവേഷൻസ്. ഓക്കെ, നോക്കാം. അടുത്ത് സുഗമ്യ ഭാരത് അഭിയാൻ, സുഗമ്യ ഭാരത് ആപ്പൊക്കെ ഉണ്ട്. സോ ദിസ് ഇസ് സംതിങ് ഫോക്കസിങ് ഓൺ അച്ചീവിങ് യൂണിവേഴ്സൽ ആക്സസിബിലിറ്റി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അക്രോസ് 3 domains. എന്താ, ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് കൊടുക്കുക, ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. നമ്മൾ നമ്മുടെ താഴത്തെ നോക്കിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ 1 and 2 ഒക്കെ എടുത്തല്ലേ. ഇനി 3 നോക്ക്. നാഷണൽ ദിവ്യാഞ്ജൻ ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. എല്ലാ വൾണറബിൾ സെക്ഷൻസിനും ഇങ്ങനത്തെ കോർപ്പറേഷൻ ഉണ്ട്. അതിപ്പോൾ ട്രൈബൽസിനും ഉണ്ട്, SC/STസിനുണ്ട്, ഇങ്ങനെ കുറേ പേർക്കുണ്ട്. ഈവൻ സഫായി കർമചാരീസിന് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, മാനുവൽ സ്കാവഞ്ചേഴ്സിന് ഇങ്ങനത്തെ കോർപ്പറേഷൻസ് ഉണ്ട്. സോ അവർ ചോദിക്കുന്നത്, ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ set up by Ministry of Corporate Affairs as a not for profit company to promote entrepreneurship among persons with disabilities. എന്താണ് തോന്നുന്നത്? ഞാനും കേട്ടിട്ടില്ല. ഉണ്ട്, അങ്ങനത്തെ പറ്റിക്കൊന്നുമില്ല. UPC ഇങ്ങനൊരു കോർപ്പറേഷൻ ഉണ്ട്. അതാണ് പ്രശ്നം. കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്റർക്ക് വേറെ ഒരു പണിയില്ലേ ഇതൊക്കെ ചെയ്യാൻ. അതൊരിക്കലും അത് മാച്ച് ആവാത്ത, അത് ചുമ്മാ പക്ക ലോജിക്കാണ്. അതായത് ഇവർ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. വരുന്നെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസേ വരുള്ളൂ. അവരാണ് ഫുൾ ഈ ഡിസേബിൾഡ് കാറ്റഗറിയുടെ ഒക്കെ നോക്കുന്നത്. സോ ആ സംഭവം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്താ 3 മാറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലേ. 1, 2, 1 and 2. പിന്നെ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ ആക്ട് 16 ഇതെപ്പോഴും വരുന്നത് തന്നെ RPW 2006, RPW 2016, അങ്ങനെ തന്നെ എൻ്റെ പേര് തന്നെ പറയുന്നത്. സോ അതിൽ വരെ UPC ഇപ്പോൾ പറ്റിക്കാൻ തുടങ്ങി. അതെ. പിന്നെ അതിനകത്ത് ലീഗൽ ഡ്യൂട്ടി ഓൺ ഗവൺമെൻറ്റ്സ് ടു എൻഷുർ ആക്സസിബിലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് അത് വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് അതായിരിക്കും UPSCയുടെ കീഴിൽ വരാൻ പോണേ. എനിവേസ് ഇത് തന്നെ തെറ്റാ. അപ്പോൾ പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, സോ അതാണ് അവിടുത്തെ ഒരു ട്വിസ്റ്റ്. 2 only മാത്രമേ വരുള്ളൂ. ഓക്കെ, യെസ്, ഇതാ പിടിച്ചോ 2 only. ഇനി എന്താ? അപ്പോൾ ഇത്
നമുക്ക് ലോജിക്ക് വൈസ് ആ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും അതും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ്. ഇനി ആരാ? അതാ പക്കാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോ. കൺസിഡർ ദ ഫോളോയിങ് സീറ്റ്സ് അബൌട്ട് ദി പ്രൊവിഷൻസ് പെർട്ടൈനിങ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ഇന്ത്യ. Provision regarding administration of tribal areas in states of Assam, Meghalaya, Tripura and Mizoram are given in the 5th schedule of Constitution. നമ്മൾ ഏതിലാണ് ഇത് പഠിച്ചത്? നമ്മുടെ ഇത് പറഞ്ഞപ്പോഴല്ലേ, ഡൈവേഴ്സിറ്റി പഠിച്ചപ്പോഴേക്കും ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഓർമ്മയുണ്ട്. ഈ 3 സാധനങ്ങൾ പഠിക്കാതെ നിങ്ങൾ പ്രിലിംസിന് പോയിട്ടേ കാര്യമില്ല. അതിലൊന്ന് 5th 6th ഒന്ന് പെസ ആക്റ്റും പിന്നെ ഫോറസ്റ്റ് റൈറ്റ് അങ്ങനത്തെയൊക്കെ ഇതൊക്കെ വേണ്ട. ഇതിൽ 6th ഷെഡ്യൂളാണ് ഇതിൻ്റെ ആൻസർ. 5th അല്ല ഇത് പറയുന്നത്, നമ്മുടെ ഇതിനെ പറ്റിയ ഇതാ 6th ആണ് ഈ സംഭവം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ? ഇനി താഴോട്ടൊന്ന് നോക്കിയേ. ഇത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ ഫൈൻ. സം ട്രൈബ്സ് ഓഫ് ഇന്ത്യ ആർ എൻറ്റൈറ്റിൽഡ് ടു എക്സംഷൻ ഫ്രം പേയിങ് ഇൻകം ടാക്സ് ഓൺ സർട്ടൺ ഇൻകംസ്. അടുത്തത് വായിച്ചു നോക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ പഞ്ചായത്ത് ഫോർ വുമൺ ബിലോങ്ങിങ് ടു SC and STs. അതുകൊണ്ട് 73rd 74th എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്ന സാധനമാണ്, പക്കാ ഡയറക്റ്റ് ആയിട്ട് വരുന്ന. ഇനി ഇത് നോക്ക്. സം ട്രൈബ്സ് ആൻഡ് ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. സം ട്രൈബ്സ് ഫ്രം സേർട്ടൺ ഇൻകംസ്. ഉറപ്പായിട്ടും അതുണ്ടാവും. സം എന്ന് പറയുന്നതും സേർട്ടൺ ഇൻകംസ്, അത് ചിലപ്പോൾ വല്ല അഗ്രികൾച്ചർ ആവാം, അല്ലെങ്കിൽ എങ്ങനത്തെ സംഭവങ്ങളാണ്. അഗ്രികൾച്ചറിന് ഓൾറെഡി ടാക്സും അങ്ങനത്തെ ഇതില്ല. സോ സം ട്രൈബ്സ് എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റും സേർട്ടൺ ഇൻകംസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ദാറ്റ് കുഡ് ബി ടേക്കൺ ആസ് കറക്റ്റ്. ഇങ്ങനെ കുറച്ച് ലോജിക്കുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ തെറ്റി, സെക്കൻഡ് വൺ ഇസ് റൈറ്റ്, തേർഡ് വൺ ഇസ് ഡെഫിനറ്റ്ലി റൈറ്റ്. 2 and 3. അപ്പം there are 2 correct statements that include statement 2. അതല്ലേ ബെസ്റ്റ് സൂട്ടഡ്? ഒന്ന് നോക്കട്ടെ. ഏതാ ഇതോ? ഈ ഓപ്ഷൻസോ? ഇത് ഇത്തവണത്തെ പുതിയ വെറൈറ്റി. അതെ. സോ എന്നാലും ബാക്കിയുള്ള വായിച്ചു നോക്കുക. 2 കറക്റ്റിലും 1 and 3 അതില്ല. അപ്പം there is only 1 all 3 statements. So this is the answer. മനസ്സിലായോ? ഓക്കെ, എന്ത് പറ്റി? ഈ ഓപ്ഷൻസ് എല്ലാം കണ്ടിട്ടാണ്. ഇത് ബേസിക്കലി എപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റ് വേണം. ഈ UPSC ഈ ടെസ്റ്റൊക്കെ നടത്തുന്നത് എന്തിനാണ്? നിങ്ങൾ ഈ പെട്ടെന്ന് വരുന്ന ചേഞ്ചസ് ആയിട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനത്തെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനേക്കാളും ഭീകര അഡാപ്റ്റേഷൻ മറ്റേതായിരുന്നു 23rd വന്ന ഏറ്റവും ടഫസ്റ്റ് പേപ്പർ. ശരിക്കും ഇതൊരു ടഫ് പേപ്പർ ആയല്ല, കാരണം ഇതെല്ലാം ന്യൂസിൽ വന്നതാണ്. അന്ന് വന്നതൊക്കെ മറ്റേ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 3 and 2. അതിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിൽ കുറേയൊക്കെ പക്കാ ഫാക്ച്വലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും 85 to 90 ആ റേഞ്ചിലിട്ടുള്ളൂ, പേടിക്കട്ട. പിന്നെ അനന്ത് സാർ എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. 85 ഒക്കെ ഈസി ആയിട്ട് പോകും. നോക്കാം. ഇത് ഓക്കെ. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സെയിം ലക്ഷ്മികാന്തിലെ വേർഡ് അതേപടി എടുത്ത് വെച്ചേക്കുന്നത്, ഒരു ചേഞ്ചും ഇല്ല. പറഞ്ഞോ. Unstarred questions are those to which a member desires an oral answer in the house. ഒന്നുമില്ല, അത് തെറ്റാ. ഓറൽ ആൻസർ അല്ല. അൺസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ആൻസർ ആയിരിക്കും. പിന്നെ ഇവരെന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതും UPSCയുടെ സ്ഥിരം പാറ്റേണാണ്. ഈ മാച്ച് ദ ഫോളോയിങ് വരുമ്പോഴും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിലും ഇതെടുത്ത് അപ്പുറത്ത് കിട്ടും. അപ്പോൾ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആർ ദോസ് വിച്ച് റിക്വയർസ് റിട്ടേൺ ആൻസർ അല്ല, ഇത് ഓറലാണ്. അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലായി? പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങളത് പഠിക്കാത്തതുകൊണ്ട് ആ സമയത്ത് അതിലെത്തുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് കിട്ടും. അത് തെറ്റിപ്പോകത്തൊന്നുമില്ല. പിന്നെ ഇത് ചോദിക്കാനുള്ള റീസൺ, നമ്മുടെ മഹുവ മൊയ്ത്ര മറ്റേ കേസ് ഉണ്ടായിരുന്നല്ലോ, ക്യാഷ് ഫോർ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ക്യാഷ് ഫോർ വോട്ടല്ല, ക്യാഷ് ഫോർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ലോക്സഭയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു പൈസ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ ID പാസ്വേഡൊക്കെ വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതൊരു കത്തിക്കയറിയ വിഷയമായിരുന്നു. സോ അവർ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ ഇതിലേതാ? നോ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഓൺ ആൻ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. അതാ, അത് കറക്റ്റാണ്. അത് കറക്റ്റാണ്. സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇത് കോൺസെപ്റ്റ് ഒന്നുമില്ല, പക്കാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് വേണ്ടത് ബാക്കിയുള്ള ഐറ്റംസാണ്. ഇത് പഠിച്ചോ. ഇതാണ് പൊളിറ്റിയുടെ ചോദിച്ചതിൽ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ഇത്തവണ ചോദിച്ചില്ലേ. ടഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഡെപ്തിൽ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനം, പക്ഷേ ഇതിലും കുറച്ച് ക്ലൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. എളുപ്പമാണോ? ഇത് ഡയറക്റ്റ് അറിയാമായിരുന്നോ? പൊളിറ്റി ചെയ്യാണ്ട് എളുപ്പമാണോ? ഏതിൻ്റെ ക്ലാസ് കിട്ടിയത്? എവിടെ കിട്ടി? അത് ശരി. ഇതാണ് ചോദിക്കുന്നത്. കമ്മിറ്റി ഓൺ വെൽഫെയർ ഓഫ് SC and STs. കാരണം ഒരുപാട് കമ്മിറ്റീസ് ഉള്ളതുകൊണ്ട് ഈ കമ്മിറ്റീസ് അത്ര പ്രോമിനൻ്റ് ആയിട്ട് ടെക്സ്റ്റിൽ ഇല്ല. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൽ 1-2 ക്ലൂസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ആർ എലക്റ്റഡ് ഫ്രം ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്
ചെയർപേഴ്സൺ ഓഫ് ദിസ് കമ്മിറ്റി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ചെയർമാൻ ഓഫ് രാജ്യസഭ. അതിനൊരു പോസിബിലിറ്റി കുറവാണ്. കാരണം ഇവർ രണ്ടുപേരിലും നമ്മൾ പറയും രാജ്യസഭയും ഇതൊക്കെ ഈക്വലാണ്, അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് പറയുമെങ്കിൽ എവിടെയൊക്കെ സ്പീക്കറുണ്ടോ സ്പീക്കറാണ് ഇതിൻ്റെ മെയിൻ ആൾ വരുന്നത്. മറ്റേത് അറിയാമല്ലോ, അങ്ങനെ ഒരു എലക്റ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇലക്ഷനിൽ വരുന്നൊരു ബോഡി അല്ലാത്തതുകൊണ്ട് സ്പീക്കറിന് അത്രയും ഇവിടെ ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവം തെറ്റാണ്. ഇതൊക്കെ ലോജിക്കലി എടുക്കാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവത്തിലേക്ക് എത്താം. 20 members ആർ എലക്റ്റഡ് ബൈ ദി രാജ്യസഭ ആൻഡ് 10 members ബൈ ലോക്സഭ. ഇത് പ്രശ്നമുണ്ടോ? ലോക്സഭയിൽ എത്ര പേരുണ്ട്? ടോട്ടൽ 553 സംതിങ്. രാജ്യസഭയിൽ വരില്ല, കാരണം കൂടുതൽ ആൾക്കാർ അവിടെ നിന്നല്ലേ കൂടുതൽ ആൾക്കാർ എടുക്കുള്ളൂ. ഇവിടെ 540 പേരുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും 20. ഈ ലോജിക്ക് വെച്ചാൽ മതി. അതെ അതെ, ചില ആൾക്കാർക്ക് അത് കറക്റ്റ് മൈന്യൂട്ടായിട്ട് നോക്കുന്നവർക്ക് കിട്ടണമെന്നില്ല. പക്ഷേ 2010 എന്നുള്ള നമ്പറൊക്കെ കറക്റ്റാണ്. പക്ഷേ എപ്പോഴും കൂടുതൽ നമ്പേഴ്സ് അവിടെ നിന്നാണ് വന്നേക്കുന്നത്. ലോക്സഭയ്ക്കാണ് പ്രയോറിറ്റി. അപ്പം മെമ്പേഴ്സ് കൂടുതലാകുമ്പോൾ ഒബ്വിയസ്ലി അവിടെ നിന്നായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാർ. അങ്ങനെയൊക്കെ ലോജിക്ക് വെക്കാം. പിന്നെ നോ മിനിസ്റ്റർ എക്സെപ്റ്റ് ഫോർ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഈസ് എലിജിബിൾ ടു ബി എ മെമ്പർ ഓഫ് ദിസ് കമ്മിറ്റി. അദ്ദേഹവും ഇല്ല. അവർ മൊത്തത്തിൽ ആർക്കും പറ്റില്ല, ഒരു മിനിസ്റ്റർക്കും പറ്റില്ല എന്നുള്ള സെറ്റപ്പാണ്. പിന്നെ മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ഫോർ എ ഫിക്സ്ഡ് ടേം ഓഫ് 2 years. അതും തെറ്റാണ്. 1 year ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തെറ്റാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? സോ ഇതൊന്നില്ലെങ്കിൽ നമ്മൾ ഈ കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ ഫസ്റ്റ് വൺ എന്തായാലും തെറ്റുമല്ലോ, ആദ്യത്തെ തെറ്റുമ്പോൾ തന്നെ. സെക്കൻഡ് വൺ ദർ ഇസ് ഓൺലി വൺ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് 2. സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാന്ന് നമുക്കറിയാം. അങ്ങനെ ഇത് മാറ്റാം. ദർ ആർ 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് 1. 1ഉം തെറ്റാന്ന് പറയാം. അങ്ങനെ ആൻസറിലേക്ക് എത്താം. മനസ്സിലായോ? അപ്പോൾ ഈ വായിച്ചത് വെച്ചിട്ടും താഴത്തെ നോക്കിയിട്ട് നേരെ ഇതിലേക്ക് ഇതെപ്പോഴും നോക്കണം. കാരണം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഇതിലെപ്പോഴും ശ്രദ്ധിക്കണം, മറ്റേത് മാത്രം വായിച്ചുകൊണ്ടിരിക്കാതെ. സോ ആ സാധനം. സോ ഇതിൻ്റെ ആൻസറും നോ കറക്റ്റ്. ഓക്കെ, ഇനി എന്താ? മിഷൻ സുദർശൻ ചക്ര കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ അറിയാം അതിൻ്റെ? വായിച്ചോ. ഇറ്റ് എയിംസ് ടു എൻഹാൻസ് ഇന്ത്യാസ് എയർ ഡിഫൻസ്, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ആൻഡ് ഏരിയൽ ഒഫൻസീവ് കേപ്പബിലിറ്റീസ്. ഇത് ആദ്യം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോഴല്ലോ, നമ്മളെല്ലാത്തിനെയും UPSCയുടെ സ്റ്റേറ്റ്മെൻറ്റ് സംശയാസ്പദമായി നോക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏരിയൽ ഒഫൻസീവ് അത് പറയണോണ്ട് വലിയ കുഴപ്പമില്ല. ഏരിയൽ ഒഫൻസീവ് ഓക്കെ. ദെൻ സയൻസ് ആൻഡ് ടെക്നിക് നിതിൻ സാർ തന്നെ പറയട്ടെ. നിതിൻ സാർ ഒഫൻസീവ് ആണോ ഡിഫെൻസീവ് ആണോ? സുദർശൻ ചക്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാധനം? അത് ഡിഫെൻസിനാണോ ഉപയോഗിക്കുന്നത്? അറ്റാക്ക് അല്ലേ അത്? ശ്രീകൃഷ്ണനൊക്കെ പിടിച്ചിരിക്കുന്ന സാധനം അറ്റാക്ക് അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ടും വരും. ഇത് നോക്ക്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്ക് പ്രീതം. മിസൈൽ ഡിഫൻസ് ആൻഡ് എയറിയൽ ഒഫൻസീവ് കാപ്പബിലിറ്റി രണ്ടും കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഉണ്ട് എന്തായാലും ഒബ്വിയസ്ലി. ദെൻ സെക്കൻഡ്, മിഷൻ ഈസ് ബീയിങ് ഡിസൈൻ ടു എൻഹാൻസ് റാപ്പിഡ്, പ്രിസൈസ് ആൻഡ് പവർഫുൾ ഡിഫൻസ് റെസ്പോൺസസ് റീഇൻഫോഴ്സിങ് ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമി. ഒരു കുഴപ്പമില്ല ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ 2 മണ്ണും ഉണ്ടെങ്കിൽ പിന്നെ എന്താ അടുത്ത് നോക്കാം. വൺ ഓഫ് ദ എയിംസ് ഓഫ് ദിസ് മിഷൻ ഇസ് ടു കവർ ഓൾ പബ്ലിക് പ്ലേസസ് ഓഫ് ഇന്ത്യ ബൈ ആൻ എക്സ്പാൻഡഡ് നേഷൻ വൈഡ് സെക്യൂരിറ്റി ഷീൽഡ് ബൈ 2035. 2035 ആകാൻ ഇനി 10 കൊല്ലമേ ഉള്ളൂ. ഇന്ത്യയിലെ എല്ലാം പ്രോമിനൻ്റ് ആയിട്ടുള്ള പബ്ലിക് പ്ലേസിലും ഈ സെക്യൂരിറ്റി ഷീൽഡ് നമ്മളെന്ന് മറ്റേ ഇറാഖാണോ അത്രയൊക്കെ ഭയങ്കരമായിട്ട് ഇത് കൊണ്ടുവരാൻ? അതെ, പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. 10 കൊല്ലം കൊണ്ട് ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അത്രയും നമ്മൾ ത്രെറ്റിലായിരിക്കണം. അങ്ങനത്തെ ഒരു കൺട്രി ആണെങ്കിൽ, അല്ലെ ഇസ്രായേലൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാം, ഇറാനോ ഇസ്രായേലൊക്കെ ആണെങ്കിൽ. ബട്ട് വി ഡോണ്ട് ഹാവ് സച്ച് എ ടൈം ലൈൻ വെച്ചിട്ടുള്ള പരിപാടിയില്ല സുദർശൻ ചക്രനിൽ. സോ ദാറ്റ് ഈസ് നോട്ട് ദെയർ. ദെൻ അപ്പോൾ 3 പോയില്ലേ? ഇനി എന്താ 1 and 2? അപ്പോൾ ഒരു പക്കാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതേ വരുള്ളൂ അതിൻ്റെ ആൻസർ. എന്താ ഇനി എന്താ? ഇനിയാണ് രസം. UPSCക്ക് അബദ്ധം പറ്റും എന്നുള്ള തെളിവുകളൊക്കെ ഇപ്പോൾ കിട്ടും. നോക്കിക്കോ. 61 ഇതാ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്റ്റ് ഒന്നുമില്ല. മൈത്രി സേതു ബിൽഡ് ഓവർ ഫെനി റിവർ കണക്ട്സ് രാംഗർ ഇൻ ഇന്ത്യ വിത്ത് സബ്രൂം ഇൻ ബംഗ്ലാദേശ്. ആരും കേട്ടിട്ടില്ലല്ലോ. കറണ്ട് അഫയേഴ്സിൽ വന്ന ആളോ? ആ സംഭവം കറക്റ്റാണ്. പിന്നെ ജൂലാഘട്ട് സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്ട്സ് ഇന്ത്യ വിത്ത് മ്യാൻമാർ. ഇത് തെറ്റാ, ഇത് നേപ്പാളാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ. നേപ്പാൾ അതില്ല.
അപ്പോൾ വണ്ണ് അടുത്തത് മേച്ചി ബ്രിഡ്ജ് ആൻഡ് ഇസ് അപ്രോച്ചസ് കണക്ട് പാനി ടങ്കി ബൈപ്പാസ് ഇൻ ഇന്ത്യ വിത്ത് കാക്കാർവിറ്റ നേപ്പാൾ. അതും കറക്റ്റാണ്. 1 and 3. 1 and 3 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പം ആൻസർ ഇല്ല. ഇതായിരിക്കും ഡിസ്പ്യൂട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? 1 and 3 ആണ് ആൻസർ വരേണ്ടത്. 1 ഇല്ല. അപ്പോൾ മനസ്സിലായില്ലേ UPSCക്ക് അബദ്ധം പറ്റുമെന്ന്. അപ്പോൾ ഇതോ ശ്രദ്ധിച്ചാ ഈ സാധനമേ ഓപ്ഷനിലില്ല. 1 and 3 ആണ് ആൻസർ, പക്ഷെ ഓപ്ഷനിലില്ല. പക്ഷെ നമുക്കെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇതെല്ലാം പഠിച്ചു വെക്കണം. അതാ പറഞ്ഞത്, ഓപ്ഷൻസ് പഠിച്ചു വെക്കണം. അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ഉറപ്പായിട്ട് ഈ സാധനം വരും. അതിന് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. 1 and 3. ഇനിയിപ്പോൾ UPSC അതിൽ മിക്കവാറും എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. ക്വസ്റ്റ്യൻ ക്യാൻസലിന് ഇടയ്ക്ക് ഇങ്ങനെ എക്സൊക്കെ ഇട്ട് വരാറുണ്ട് ആൻസർ കീയിൽ, അങ്ങനെയൊക്കെ തരാറുണ്ട് UPSC. പക്ഷേ എന്താ എപ്പോഴാണ് വരുന്നത്? ഔട്ട് ഓഫ് ഇത്രയെന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോവും. ഇത് വരുന്നത് എപ്പോഴാണ്? ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ടും വന്നു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അന്ന് ആര് മറ്റേ ചത്ത കളിക്ക് എന്തിനാ കൂടുന്ന് ചോദിച്ച പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ആര് പോയി സാർ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിൽ സാർ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അതൊന്നുമില്ല. പിടിച്ചോ, ഇതൊന്ന് പിടിച്ചേ. സ്പീഡാക്കാം. സീറോ ഫസ്റ്റ് ഇൻഫർമേഷൻ, 0 FIR BNSS 2023 സംഭവം. അപ്പോൾ നിങ്ങളത് വായിച്ചില്ലേ എന്ന് പറഞ്ഞ സംഭവം നോക്കിയോ. ഒരു 0 FIR ക്യാൻ ബി ലോഡ്ജ് അറ്റ് എ പോലീസ് സ്റ്റേഷൻ ഈവൻ ദോ, എന്ന് വെച്ചാൽ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്തല്ലാതെ വേറെ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് 0 FIR ഫയൽ ചെയ്യാന്ന് പറയണേ. ഓക്കെ. The officer in charge of the police station where a 0 FIR has been lodged may, with the permission of competent authority, initiate a preliminary inquiry. ആണോ? അറിയില്ല, നിങ്ങളങ്ങനെ വെറുതെ കേട്ട് വെച്ചോ. മൂന്നാമത്തെ നോക്കിയേ, അണ്ടർ 0 FIR ഇറ്റ് ഇസ് ഒബ്ലിഗേറ്ററി ഫോർ ദ ഇൻഫോർമൻറ്റ് ടു ഫർണിഷ് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്കലി. കംപ്ലൈൻറ്റ് തരാൻ പറ്റുന്നതിൻ്റെ അടുത്ത് നിങ്ങൾ ഓൺലൈൻ ചെയ്താലേ എടുക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ കാര്യം. അത് വരില്ല. അപ്പം തന്നെ ഇത് രണ്ടും പോയില്ലേ. 1 and 2. 1 and 2 കുറച്ചും കൂടെ മെനയുള്ളത് ഏതാ? 1. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈവൻ ദോ നിങ്ങൾ വായിക്കാത്ത ഇപ്പോൾ BNSS വായിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. ഈ സാധനം നോക്കിയാൽ മതി, എന്തെങ്കിലും ഒരു ക്ലൂ എവിടെയെങ്കിലും കാണും. ഇത് കണ്ടോ, ഒബ്ലിഗേറ്ററി എന്നുള്ളൊരു വേർഡാണ് ഇവിടെ ഇതിനെ പ്രശ്നക്കാരനാക്കിയത്. ഒബ്ലിഗേറ്ററി ടു ഫയൽ ഇൻ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. സോ ദെൻ ഇത് രണ്ടും പോയി. അടുത്തത് 1 or 2 നമുക്ക് കുറച്ചും കൂടെ നല്ല ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇനീഷ്യേറ്റ് പ്രിലിമിനറി എൻക്വയറി അങ്ങനത്തെ സംഭവങ്ങളില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ സംഭവം. അടുത്ത പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. SFIO എപ്പോഴാണ് വന്നത് ന്യൂസിൽ? പിണറായി വിജയൻ്റെ എക്സാലോജിക്ക് കേസ് എന്ത് പറ്റും ആണോ? പറഞ്ഞോ. അതെ, ഇപ്പം തീർക്കാം. അങ്ങനെ എടുക്കാൻ പറ്റുമോ? അഖിലിനറിയാം. ഇത് ഒരു 75 വരെ ഒരു 10 മിനിറ്റ്. 75 കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതാ. ഇനി വരുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് 20 മിനിറ്റ് സെറ്റാക്കാം. എന്നാൽ പടപടയും തീർക്കാം. ഓക്കെ, എന്നാ മാറ്റിക്കോ. ഓക്കെ, ബാ. യെസ്, അടുത്ത പോട്ടെ. ഇതെന്താ? മാച്ച് ദ ഫോളോയിങ് പോലത്തെ സംഭവം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷൻ കൺട്രോളിങ് മിനിസ്ട്രി. സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ എന്താ? ടു കോർഡിനേറ്റ് ബിറ്റ്വീൻ വേരിയസ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്. ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ആണെങ്കിൽ വല്ല ഹോം മിനിസ്ട്രി ആയിരിക്കും. പക്ഷേ ഇത് എക്കണോമിക് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഫിനാൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളേ വരുള്ളൂ. സോ ദാറ്റ് ഇസ് റോങ്. ഇനി അടുത്തത് SFIO എപ്പോഴാണ് വന്നത്? അവിടെ പിണറായി വിജയൻ്റെ കേസും മറ്റു സംഭവങ്ങളും അതിലൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, ടു ഇൻവെസ്റ്റിഗേറ്റ് കോംപ്ലക്സ് കോർപ്പറേറ്റ് ഫ്രോഡ്സ്. ഈ മെഹുൽ ചോക്സി, നീരവ് മോഡി, ഇതിലൊക്കെ ഇതിൻ്റെ പേരുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് വൺ നോക്കിയേ, നമ്മുടെ CBI ഏത് മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക്. അത് കറക്റ്റ്. അതിൻ്റെ നടുക്കെന്താന്ന് നോക്കിയേ. എനിക്കും ആദ്യം ഇത് വായിച്ചപ്പോഴേക്കും അത് കറക്റ്റാന്ന് തോന്നി. പക്ഷേ ഇത് നോക്കിയേ, പ്രിസർവ് വാല്യൂസ് ഇൻ പബ്ലിക് ലൈഫ് ആൻഡ് എൻഷുർ ദ ഹെൽത്ത് ഓഫ് നാഷണൽ എക്കണോമി. അതായിട്ട് ഒരു ബന്ധമില്ല. സോ ആ പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ അപ്പോൾ ആ സംഭവം കറക്റ്റായില്ലേ? അപ്പോൾ അത് തെറ്റാ.
ഇനി എന്താ ഇത് കാണിച്ചു തരും. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ. ദാ ഇങ്ങനെ കൊടുത്തേക്കണം. ഹൗ മെനി ഓഫ് ദി എബോ റോസ് ആർ ദ ഗിവൺ ഡീറ്റെയിൽസ് കറക്റ്റ്ലി മാച്ച്ഡ്. കറക്റ്റ്ലി മാച്ച്ഡ് ഏതാ പറ. രണ്ടാമത്തെ എന്താ? SFIO കറക്റ്റ് അല്ലേ? 63 അത്രേ ഉള്ളൂ. എവിടെ? ഇതിനൊരു കുഴപ്പമുണ്ട്. SFIOക്ക് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല. അപ്പോൾ അതും തെറ്റാണ്. നണ്ണാണ് ആൻസർ. യെസ്, ഇതും തെറ്റ്. അതായത് ഇത് തെറ്റ്. കോർപ്പ് അഫയേഴ്സ് ഇത് തെറ്റ്. ആൻഡ് ദിസ് ഇസ് റൈറ്റ്. അപ്പോൾ നേരെ നമ്മൾ നണ്ണ്. മനസ്സിലായോ? കോർപ്പറേറ്റ് ഫ്രോഡ് ഫിനാൻസ് മിനിസ്ട്രി അല്ല, കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയാണ്. അപ്പോൾ നേരെ നണ്ണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മാത്രമേ ഈ ഓരോ ലൈനിലുള്ള ട്വിസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് ആ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസ് എന്ന് പറയുന്നത്. രാവിലെ എണീറ്റ് പ്രിലിംസിന് 7 മണിക്കൊന്നും പഠിച്ചേക്കരുത്. അതൊന്നും വരാനും പോകുന്നില്ല. വെറുതെ ചിലരൊക്കെ അങ്ങനെ ചെയ്യും. അല്ല, പണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. ഓട്ടോറിക്ഷയിലോ എല്ലാം പോവുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കലും അങ്ങനത്തെയൊക്കെ. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവില്ല. ആ പ്രസൻസ്, ആ പ്രഷർ വരുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അടുത്ത UPSCയുടെ പണി കിട്ടിയ സ്ഥലം. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഹാവ് നോട്ട് ബീൻ റാറ്റിഫൈഡ് ബൈ ഇന്ത്യ ആണ്. എംപ്ലോയ്മെൻറ്റ് പോളിസി കൺവെൻഷൻ ഉണ്ടോ? അറിയോ? ഇത് പക്ക ഫാക്ച്വലാണ്. ഇതിലൊരു ടിസ്റ്റ് ഉണ്ട്. എന്താ ഇതിൻ്റെ ടിസ്റ്റ് എന്നറിയോ? ഈ സംഭവം ഉണ്ടല്ലോ, നോട്ട് ബീൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ പറഞ്ഞ 5 ഉണ്ടല്ലോ, ഇത് ആക്ച്വലി റിഡക്ഷൻ ഓഫ് സ്റ്റേറ്റ്ലെസ്നെസ് ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ആ ഓപ്ഷൻ മാത്രമായിട്ടുള്ള ഇല്ല. ഇതായിരുന്നു ആൻസർ. ബാക്കി എല്ലാം ഇന്ത്യ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 1 2 3 3 4 5 എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ എന്തുള്ളൂ? 5 ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ആവും. എല്ലാം ഉണ്ട്. ഫോഴ്സ്ഡ് ലേബർ കൺവെൻഷനും കൺവെൻഷൻ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഓൾ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഇതെല്ലാം ഉണ്ട്. എന്തായാലും ഇത്ര ആലോചിച്ചാൽ മതി. ഇത് റാറ്റിഫൈ ചെയ്യണമെങ്കിൽ വേറെ ഒരു ഓപ്ഷനിലും 5 ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനും പോയി. ഇതാണ് UPSCക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇടാൻ. ഓക്കെ. AI ഇമ്പാക്ട് സമ്മിറ്റ് പറഞ്ഞോ. ഇതും കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരിയിൽ വന്നതാണ്. സമ്മിറ്റ്സ് ഇൻ്റലക്ച്വൽ ഫ്രെയിംവർക്ക് വാസ് ബേസ്ഡ് ഓൺ 3 ഫൗണ്ടേഷണൽ സൂത്രാസ്: പീപ്പിൾ, പ്ലാനിങ് ആൻഡ് പ്രോഗ്രസ്. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. അടുത്ത വിളിച്ചോ. പ്രിയാമ്പിൾ ഓഫ് ദ സമ്മിറ്റ് സ്ട്രെസ്സസ് ഡെമോക്രാറ്റൈസിങ് AI റിസോഴ്സസ് വിച്ച് അക്നോളജസ് ദ ചാർട്ടർ ഫോർ ഡെമോക്രാറ്റിക് ഡിഫ്യൂഷൻ ഓഫ് AI ആസ് എ ബൈൻഡിങ് ഫ്രെയിംവർക്ക്. ഇതാണ് പ്രശ്നക്കാരൻ. മനസ്സിലായോ? നമ്മൾ AIയുടെ ഒരു കോൺഫറൻസ് നടക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് പോലത്തെ സാധനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ആ സമയത്ത് പറയുന്ന സ്റ്റേറ്റ്സിനോടെല്ലാം പറയുകയാണ്, അല്ലെങ്കിൽ കൺട്രീസിനോട്, നിങ്ങൾക്കെല്ലാം ഇത് ബൈൻഡിങ് ആണെന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പോലും ബൈൻഡിങ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോഴാണ് ഇതുപോലെ ഇമ്പാക്ട് സമ്മിറ്റ്. അതും AI എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ജനറേറ്റായി വരുന്നൊരു സംഭവമാണ്. ഓൾറെഡി ഒരു മിഡ് വേയിൽ നിൽക്കുന്നതാണ്. സോ ഇതിൻ്റെ എക്സ്ട്രീം കേസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കലും ഇപ്പോൾ ആസ് ഓഫ് നൗ ഒരു 10 കൊല്ലത്തേക്കൊന്നും ബൈൻഡിങ് ആക്കാനുള്ള ഒരു സ്കോപ്പില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിനെ തെറ്റാക്കുന്നത്. അപ്പോൾ എന്താ, 2 പോയി കഴിഞ്ഞാൽ ആൻസർ ആയില്ലേ? അത്രേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ക്ലൂസ് എല്ലായിടത്തും ഉണ്ടാവും. തേർഡ് വൺ എന്താ? 7 ചക്രാസ് എന്ന് പറഞ്ഞ സംഭവം അത് കറക്റ്റാണ്. 7 ചക്രാസ് ഇസ് ഓൾറെഡി ദേ. സോ അതാ നമ്മുടെ ആൻസർ ഇതാ 3 ഉള്ളി. അപ്പോൾ ഇതിൽ ഈ ഫൗണ്ടേഷണൽ സൂത്രം തന്നെ പീപ്പിൾ, പ്ലാനിങ്, പ്രോഗ്രസ് അല്ല, 2 വേറെ കാര്യങ്ങളാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ഇത് അറിയില്ലെങ്കിൽ പോലും ഈ ബൈൻഡിങ് വെച്ചിട്ട് നമുക്ക് ഇത് സാധനം ആൻസറിലേക്ക് എത്താം. ഇങ്ങനെയാണ് ക്ലൂ. ഇത് പക്ക ഞാൻ പറയട്ടെ, ഫെബ്രുവരി 26 2-3 മാസം മുമ്പേ നടന്ന ന്യൂസിലുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ഇന്ത്യയിൽ നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഏതാ? കുറേ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നടക്കുന്ന ബ്ലെച്ച്ലി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മൾ ഇതിൽ പഠിക്കും, ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിലൊക്കെ പഠിക്കും ഈ പറഞ്ഞ സാധനങ്ങൾ. ഇതെന്താ? കണക്ടിവിറ്റി പ്രോജക്ട്സ് ആർ പാർട്ട് ഓഫ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ASEAN. ഈ കലാതനും IMT ഒക്കെ ഇല്ലേ, 15 വർഷമായിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ സാധനമുണ്ട്.
അപ്പം അന്നത്തെ ഓപ്ഷൻസിൽ സ്ഥിരം വരുന്ന സാധനമാണ്. അപ്പോൾ ആ PYQs നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാതൻ പ്രോജക്റ്റ് ഉണ്ട്, IMT ഉണ്ട്. ഇത് തന്നെ 2023 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ IMT ഇന്ന സ്ഥലം തൊട്ട് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്, മൊറേ എന്ന് പറഞ്ഞ സ്ഥലം വെച്ചിട്ട് അവിടെ എവിടെയാണ് കണക്ട് ചെയ്യുന്നതൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 23. ആ PYQ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ആൻസറായി. സെയിം അഗർത്തല അഖോരി റെയിൽ ലൈൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബംഗ്ലാദേശായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ. ബംഗ്ലാദേശ് ASEAN മെമ്പർ കൺട്രി അല്ല, അതുകൊണ്ടാണ് ഓപ്ഷൻ തെറ്റ്. മനസ്സിലായി? ബാക്കി രണ്ടും ഉണ്ട്. മ്യാൻമാറും ഇവരും ഇന്ത്യ, മ്യാൻമാർ, തായ്ലാൻഡ് എന്ന് പറഞ്ഞ 3, ഇത് രണ്ടും. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. സോ ഇതും ക്ലിയർലി ഷോസ് ദാറ്റ് എന്താ PYQയും സംഭവങ്ങളും തന്നെയാണ് കംപ്ലീറ്റ് ഇത്തവണ ചോദിച്ചേക്കുന്നത്. അതായത് ഒരു വെറ്ററൻസിന് പറ്റിയൊരു പേപ്പറായിരുന്നു ഇത്തവണ. ഫസ്റ്റ് ടൈമേഴ്സിന് എന്നാൽ പേടിപ്പിക്കാൻ പറ്റിയൊരു പേപ്പർ. ഇത് അടുത്തത് മാങ് ദേച്ചു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഇത് പക്ക ഫാക്റ്റ്, ഇതിലൊന്നും കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇത് അറിയാമെങ്കിൽ അറിയാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം പേര് കേട്ടിട്ടൊക്കെ വല്ലതും കണക്ഷൻ ഉണ്ടോയെന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ന്യൂസിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സംഭവം വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മാങ് ദേച്ചു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് മാൽദീവ്സ് ആകെ ഇത്രയേ ഉള്ളൂ. അവിടെ പോയി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വെക്കാനുള്ള ചാൻസ്, പോസിബിലിറ്റി കുറവല്ലേ? ഈ ഒരു ലോജിക്ക് ആലോചിച്ചാൽ മതി. ഇനി എന്താ, അപ്പോൾ A1 പോയേ, അപ്പോൾ A3 ആണെന്ന് ഉറപ്പായി. മാങ് ദേച്ചു ഇസ് ഇൻ ഭൂട്ടാൻ. ഈ ഓപ്ഷൻസ് ഓക്കെ മതി. ദെൻ അവിടെ വേറെ എന്താ സംശയം, D1 ആണെന്ന് ഉറപ്പായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് സ്റ്റഡീസ് മാൽദീവ്സ്. ഈ 2 എണ്ണം. സ്റ്റോർ പാലസും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഡിക്കോയ. അപ്പോൾ സ്റ്റോർ പാലസ് അഫ്ഗാനിസ്ഥാനാണ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എവിടെയാണ്? 4 അല്ലേ? ശ്രീലങ്കയാണോന്ന് ചോദിക്കുന്നത്. അതിലൊക്കെ വല്ല രക്ഷയുണ്ടോ? ഡിക്കോയ പേര് വെച്ചിട്ട് പറയാം. ഈ പാലസൊക്കെ കൂടുതൽ വരാനുള്ള ചാൻസ് ശ്രീലങ്കയാണോ അഫ്ഗാനിസ്ഥാനാണോ? ഒരു ഹെറിറ്റേജ് ടച്ചുള്ള കംപ്ലീറ്റ് സാധനം അഫ്ഗാനിസ്ഥാനാണ്. അവിടെയല്ലേ കൂടുതൽ ചാൻസ് ഉള്ളത്. പാലസസും അങ്ങനത്തെയൊക്കെ കൂടുതലും വരുന്നത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനിൽ ഇറാൻ ആ ഒരു സ്ഥലത്തല്ലേ കൂടുതലും വരുന്നത്. അങ്ങനെ ഗസ് ചെയ്ത് വേണമെങ്കിൽ ഇതിനകത്ത് എത്താം. എന്തായാലും നമുക്ക് ഇത് രണ്ടോ സംശയം, മറ്റേത് രണ്ടോ ഓക്കെ ആയി. അപ്പോൾ ഇത് വെച്ചിട്ട് കിട്ടാം. ഇത് ഈ ഹൈഡ്രോ ഇലക്ട്രിക്കിനെ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അത് കത്തിയത്. ആൻസർ നേരത്തെ നോക്കിയപ്പോഴേക്കും ഞാനത് നോക്കിയില്ലേ. ആ, ശ്രീലങ്കയിലാണ് ചാൻസ്, വേറെയുള്ള. ശരിയാ, അവിടെ പ്രൊവിൻസ് പോലത്തെ ഉള്ള എന്തോ പേരുകളും സാധനങ്ങളൊക്കെയാണ്. സോ അങ്ങനെയൊക്കെ പല വഴികളിലൂടെ നമുക്ക് ഈ ആൻസറിലെത്താം. മറ്റേത് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ മാൽദീവ്സ് അവിടെ കടലും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൻ്റെ ഇതില്ല. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, ലോ എൻഫോഴ്സ്മെൻറ്റ് സ്റ്റഡീസ്. മാൽദീവിയൻ പോലീസിനെയൊക്കെ നമ്മളാണ് ട്രെയിൻ ചെയ്യുന്നത്. അങ്ങനെ കുറേ സംഭവമുണ്ട്. നേപ്പാൾ, ഭൂട്ടാൻ, ഓൾ ദീസ് തിങ്സ്, വാട്ട് എവർ. സോ ഇതിലിപ്പോൾ എന്താ ആൻസർ? മാർക്ക് ദേച്ചു 3 വന്നേ. 3241 അല്ലേ? 3241 അല്ലേ? B അത്രേ ഉള്ളൂ. ഡിക്കോയ ശ്രീലങ്ക അല്ലേ? യെസ്. ഇനി ആരാ? അതാ ഇത് അടുത്ത. ഇതിലും സംഭവമൊന്നുമില്ല, പക്കാ ഫാക്ച്വൽ. ഇത് കേട്ടിട്ടുണ്ടോ? സുഖോയ് T9 എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇടയ്ക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണമെങ്കിൽ കേൾക്കണ്ട, ഒന്നുമില്ല. ഇതിലൊന്നും പഠിക്കാനായിട്ടൊരു സംഭവമില്ല. ഈ സംഭവം റഷ്യൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ എല്ലാം നമ്മൾ ലീസ് എടുത്തേക്കുവാണ് റഷ്യയിൽ നിന്ന്, അത്രേ ഉള്ളൂ. പക്കാ ഫാക്ച്വൽ, കൺസെപ്റ്റിലൊന്നുമില്ല, വേറൊരു സംഭവം. പിന്നെ ഇത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന സംഭവമെന്ന് മാത്രം അറിയാം. ഈ സുഖോയൊക്കെ എപ്പോഴും ക്രാഷൊക്കെ വരാൻ നേരത്ത് സ്ഥിരം നമുക്ക് എല്ലാ വർഷവും ഒരു ക്രാഷ് ഉണ്ടാവും, ഇങ്ങനത്തെ സുഖോയുടെ അല്ലെങ്കിൽ മിഗിൻ്റെയൊക്കെ. ആ സമയത്ത് ഇത് ന്യൂസിൽ വരും, അത്രയും മാത്രമേ ഉള്ളൂ. ദെൻ വോട്ട്? ഇതും അടുത്ത ആക്ച്വലി. കൊളംബോ പ്രോസസ് ഇസ് എ റീജിയണൽ കൺസൾട്ടേറ്റീവ് പ്രോസസ് ഇൻ വിച്ച് മെമ്പർ സ്റ്റേറ്റ്സ് ടേക്ക് ബൈൻഡിങ് ഡിസിഷൻസ് ബൈ കൺസെൻസസ്. അതാണ് അവിടെയും പ്രശ്നം. ഈ എപ്പോഴൊക്കെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടോ അവിടെ ഈ ബൈൻഡിങ് വർക്കൗട്ട് ആവില്ല. അപ്പം കാരണം ഒരു കൺട്രിക്ക് മറ്റൊരു കൺട്രീനെ കാണണമെന്നില്ലല്ലോ. അപ്പോൾ അവരൊരു ബൈൻഡിങ് ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ സോവറിനിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും മിക്കപ്പോഴും വരുന്നത്. സോ ബൈൻഡിങ് ഒക്കെ റെയറസ്റ്റ് ഓഫ് റെയർ കേസ്. സപ്പോസ് ഈ എൻഡേഞ്ചേർഡ് കേസൊക്കെ വരുമ്പോൾ, കൺവെൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് ലീഗലി ബൈൻഡിങ് എന്നുള്ള കോസൊക്കെ വരും. അല്ല ഇതെല്ലാം ചുമ്മാ കൺസൾട്ടേഷൻ പ്രോസസ്സും അങ്ങനത്തെ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബൈൻഡിങ്, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്കൗട്ട്. അത്രയും ആലോചിച്ചാൽ മതി. ആ 1 പോയി കഴിഞ്ഞാൽ വല്ലയിടത്ത് എത്തുമോ? ആ 1 പോയി കഴിഞ്ഞാൽ 2 and 3 2. സോ 2 ഈസ് ഡെഫിനറ്റ്ലി കറക്റ്റ്. അബുദാബി ഡയലോഗ് കണ്ടോ? ഈ ഡയലോഗ് കണ്ടോ? വോളണ്ടറി നോൺ ബൈൻഡിങ് കൺസൾട്ടേറ്റീവ് പ്രോസസ്, അത് ഓക്കെയാണ്. 2 ഈസ് ദർ. 3 നോക്കിയേ,
Global Forum for Migration and Development created upon the proposal of a former UN Secretary General is a voluntary forum whose decisions are non-binding. അതിനും വലിയ കുഴപ്പമില്ല. അവിടെ ഇത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ തന്നെ ബൈൻഡിങ് അവിടെ വന്നു, ഇവിടെ നോൺ ബൈൻഡിങ് വന്നു എന്നുള്ള സംഭവം. സോ ദീസ് 2 and 3 is റൈറ്റ് ആൻസർ. 69 C. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത എന്താ, കുറച്ചും കൂടെ ചെയ്യാം. Which of the following, how many of the above has been awarded the Nobel Prize twice? പക്കാ ഗസ് വർക്ക്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയും മൈന്യൂട്ടായിട്ടൊക്കെ ആരും അങ്ങനെ നോക്കാറില്ല. എനിവേസ്, ഇന്നതാരാ ILO ഹൗ മെനി എന്നാട്ടോ ചോദിച്ചേക്കുന്നത്. സോ അധികം ആലോചിച്ച് കളയണ്ട, അതായത് തന്നെ വേറെ ഒന്നുമില്ല, ഇതിലും കൺസെപ്റ്റ് ഒന്നുമില്ല. റെഫ്യൂജീസിൻ്റെ കൺവെൻഷനിലാണ് വന്നേക്കുന്നത് അല്ലേ. ഫുഡ് പ്രോഗ്രാം 70 അല്ലേ. യാ, ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് അതിന് തന്നെ. ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുന്നവനൊരു വലിയൊരു അവാർഡ് കൊടുക്കണം. ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇത് എപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞത് നോക്കേ. ഇത്രയും പേര്, ഇത് ഏതൊക്കെ കൺട്രീസ് ആണെന്ന് തന്നെ അറിയോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഗസ് വർക്ക് പോലും ചെയ്യരുത്, അപ്പം തന്നെ സ്കിപ്പ് ചെയ്തോളണം. ഇതുപോലെ വേറൊരെണ്ണം വരുന്നുണ്ട്, ആർമിയുടെ കോർപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് ഏത് കൺട്രിയാണെന്നൊക്കെ. ഇത് നടക്കുന്ന കാലഘട്ടം നോക്ക്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് 2003, 2018 ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യനൊക്കെ വെറും ടൈം വേസ്റ്റ് ആണ്. ഇതിങ്ങനെ ആരും പഠിക്കില്ല, ഇതാരും കറക്റ്റ് ചെയ്യാനും വഴിയില്ല. എനിവേസ്, നമുക്കൊരു ആൻസർ കണ്ടുപിടിച്ച് വെച്ചേക്കാം അതിനകത്ത്. ഏതാ 71 അല്ലേ? B ആണ് ആൻസർ. ഓക്കെ, B ഈസ് ദി ആൻസർ. നേരത്തെ നമ്മൾ നോക്കിയാൽ ആ മാൽദീവ്സ്, ഹൈഡ്രോ അങ്ങനെയെങ്കിലും നോക്കാം. ഇതിലൊന്നുമില്ല, പക്കാ ഫാക്ടർ. ഇതിലങ്ങനെ ഒരു ഐഡിയയും കിട്ടാനില്ല, മനസ്സിലായി. മിനൂർ കാറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ചാഡിലുണ്ടായിരുന്നത്. മിനുസ എന്ന് പറഞ്ഞാൽ ഹൈത്തി. ദെൻ UNMICT ഈസ്റ്റ് ടിമോർ, UNMIL ലൈബീരിയ. ഇനി ഈ ഓപ്ഷൻസ് ഇനി വന്ന ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇയർ ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വരില്ല. അങ്ങനെ മനസ്സിലായോ? അടുത്തത്, ഇതും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആരും പോകാത്തൊരു സാധനമാണ്. എനിവേസ്, ഇതിലും ഗസ് വർക്കിലും വല്ല സ്കോപ്പ് ഉണ്ടോ? ഇതിന് സാർ വല്ല ഗസ് വർക്ക് ഉണ്ടോ? ഒന്നുമില്ലല്ലോ, ഇതൊന്നുമില്ല ഇതിനകത്ത്. എനർജി സെൻറ്റർ എവിടെയാണെന്നും കൾച്ചറൽ ഇൻഡസ്ട്രീസ് ഒബ്സർവേറ്ററി, ഇത് നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റിയൊരു സംഭവമല്ല. ടെക്നോളജി ട്രാൻസ്ഫർ, വെതർ ആൻഡ് ക്ലൈമറ്റ്, നോ അതർ. ടെക്നോളജി D1 വേണമെങ്കിൽ വരാമെന്ന് ആലോചിച്ചപ്പോൾ 1ൻ്റെ ഓപ്ഷനും ഇല്ല, 4ഉം 3യേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതില്ല, കാരണം നോയിഡ ഒരു ടെക്നോളജിയുടെ മെയിൻ ഒരു സ്ഥലമായതുകൊണ്ട്. ആണോ? D4 ഉണ്ടോ? 72 ആൻസർ C. ഇല്ല, ടിംഫു തെറ്റാ, കൊളംബോ വന്നേക്കുന്നത്. ഇതാണ് ആൻസർ, മനസ്സിലായോ? അപ്പോൾ ഇതും പേടിക്കണ്ട. ഇനി അടുത്ത തവണ പഠിക്കാൻ നേരത്ത് ഈ സ്ഥലങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. തൊട്ടടുത്ത വർഷങ്ങളിൽ വരാനുള്ള ചാൻസസും കുറവാണ് ഇതുപോലെ ഫാക്ച്വൽസ് ആണെങ്കിൽ. ഈ ക്വസ്റ്റ്യൻ ഇത് ഇട്ടവനും അവാർഡ് കൊടുക്കണം, ആൻസർ ചെയ്തവനും അവാർഡ് കൊടുക്കണം. ഇതാണ് രസം. ഏതോ ഒരു പട്ടാളക്കാരൻ കയറിയിട്ടുണ്ട്. കാരണം മുമ്പ് വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ മറ്റേ മെയിൻ ന്യൂസ്. ഇത് റാങ്ക് വെച്ചിട്ട് കമ്പാരിസൺ. ആർമിയിലെ മേജർ എന്ന് പറഞ്ഞാൽ ആരാണ്, മിലിറ്ററിയിലെ ഇത് ആരാണ്, അങ്ങനെ 3 പേരും തമ്മിലൊരു കമ്പാരിസൺ. അത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും, സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് നോക്കിയേ, 4 കോർപ്സ്, 14 കോർപ്സ്, 33 കോർപ്സ്. ഇതും കാണുമ്പോൾ തന്നെ വിട്ടുകൊടുക്കാൻ പറ്റിയ സംഭവം. ഇതിലേതാ തെറ്റ്? ലാസ്റ്റ് വേണോ തെറ്റ്? നമ്മുടെ 33 കോർപ്സ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഇത് ഓക്കെ. അതെ, ആർമിക്കാർക്ക് തന്നെ ഒരു മടി. 2 ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എന്താ ഇതെന്താ? ഓക്കെ, റീവാംഡ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ ഒരു സ്കീം, ഒറ്റ സ്കീമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ, ഒരു സ്കീമേ ഉള്ളൂ. സോ രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ ആർ കറക്റ്റ്. ഓക്കെ, ഫസ്റ്റ് പീരീഡ് പറയുന്നു April 2021 to March 2026. ഏതൊക്കെ സ്കീം നമ്മൾ പരീക്ഷ എഴുതുന്നതിൻ്റെ പീരീഡിലുണ്ടോ അത് എപ്പോൾ വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ വരാം. ഇത് പ്രത്യേകിച്ച് എൻഡിങ് ഓൺ 26 ആണെങ്കിൽ ഹൈ ചാൻസസ്. ഓക്കെ, അപ്പോൾ 25ലും ചോദിക്കാം, 4ലും ചോദിക്കാം. ആ പീരീഡിലൊക്കെ ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തത് കീ ഒബ്ജക്റ്റീവ് ഓഫ് റീവാംഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പേരൊക്കെ പഠിച്ചു വെച്ചാൽ ഗ്രാം സ്വരാജ് അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വരാജ് എന്ന് പറയുമ്പോൾ
ഗവേണൻസ് കേപ്പബിലിറ്റീസ് ഓഫ് അതൊക്കെ തന്നെ ഓഫ് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഡെലിവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അത് കേട്ടാൽ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ലല്ലോ. UPSC അങ്ങനെ ചതിക്കൊന്നുമില്ല. പക്ഷേ വേറെ ചതിയുണ്ട്. ഷെയർ ഓഫ് സെൻട്രൽ ഫണ്ടിങ് 100% ഒരു സ്കീമിനും കൊടുക്കാറില്ല. അത് എന്താ പറയുക, എങ്ങനെ പോയാലും 90-10 എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് അങ്ങനെ കൊടുക്കുള്ളൂ. ഒരിക്കലും 100% ഒരു സ്കീം. വല്ല 1-2 സ്കീമിന് കൊടുത്താലേ ഇല്ല, അത് തന്നെ ഉണ്ടാവില്ല. മാക്സിമം ഇത് തന്നെ വരുള്ളൂ. സോ ആ 3 പോയാൽ തന്നെ എന്തായി, 1 and 2 and 2 only. സോ 2 is there. ഇനി 1 പറ. 1 ആണ് അടുത്തൊരു ഫാക്ച്വൽ ട്രാപ്പാണത്. ഓക്കെ, ഇതിലെന്താ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ ഉണ്ടല്ലോ, അതിൻ്റെ പീരീഡ് 2021 ആയിരുന്നു. റീവാംഡ് 2022 തൊട്ട് 4 വർഷം 2026 ഇങ്ങനെ വന്നത്. ഇതും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ ഫസ്റ്റ് പീരീഡ് 2021 എൻഡ് ചെയ്തതും 22 ആണ് റീവാംഡിൻ്റെ പീരീഡ്. അങ്ങനെ വരെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, മനസ്സിലായോ? സോ ദിസ് ഇസ് റോങ്. അതെ, പിന്നെ ഇത് 2022 ആയാലും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 2 മാത്രം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എന്നാ പിടിച്ചോ. ഇതറിയോ ഫാക്ച്വൽ? ഇതൊന്ന് നോക്കിയേ. കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. നമ്മൾ അതിനുവേണ്ടി 27 മെമ്പർമാരെയും പഠിച്ചു വെക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താ, ഈ ബെലാറസും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വലിയ പ്രശ്നമാണ്. അത് കുറച്ച് കാലങ്ങളായിട്ട് 2020 തൊട്ട് നടന്നുകൊണ്ടിരിക്കുക. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ റഷ്യ ഇവരായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നത് യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസിന് ഇഷ്ടമല്ല. അങ്ങനെ ഇവർ തമ്മിൽ ഒരു 5-6 കൊല്ലമായിട്ട് പ്രശ്നം നടപ്പുണ്ട്. സോ ബെലാറസ് വിൽ നെവർ ബി എ പാർട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ. ബെലാറസിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്തായി ഓപ്ഷൻ? 2 and 3, 2 and 4. സോ 2 is there. ഇനി 3-4 ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്. ജർമ്മനി എന്തായാലും ഉണ്ട് യൂറോപ്യൻ. അപ്പോൾ ഒബ്വിയസ്ലി സ്വിറ്റ്സർലാൻഡ് ഇസ് നോട്ട് ദെയർ. സ്വിറ്റ്സർലാൻഡ് ഇല്ല. കുറേ നാളായിട്ട് ഇവരായിട്ട് പല ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ് ഈ പറഞ്ഞ ആൾക്കാരായിട്ട് നിൽക്കുകയാണ്. സ്വിറ്റ്സർലാൻഡും ഇല്ല, ബെലാറസും ഇല്ല. മെമ്പേഴ്സ് അല്ലേ. 2 and 3 എവിടെ? ദിസ് ഇസ് ദി ആൻസർ. ഇതിൽ വേറൊരു കേസുണ്ട്. ബെലാറസിൽ ഇവർ ഇപ്പം ഭയങ്കര ദ്രോഹിക്കലാണ്. അവിടുത്തെ ബിസിനസ്മാനെയും അവർക്ക് എല്ലാവർക്കും സാങ്ഷൻസ് ഒക്കെ യൂറോപ്യൻ യൂണിയൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 5-6 വർഷമായിട്ട് ഈ സംഭവം നടപ്പുണ്ട്. അങ്ങനെ ഫൈനലി സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി എന്തായാലും ഉണ്ടെന്ന് അറിയാമെങ്കിൽ തന്നെ ഇതായി. എന്ന് വെച്ച് നമ്മൾ 27 മെമ്പേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, അത്രയും പഠിക്കണ്ട. G20 ഒക്കെ ആണെങ്കിൽ അവിടം വരെ പോവാം. 20 വരെയൊക്കെ പഠിച്ചു വെക്കാം. പക്ഷേ 27 മെമ്പറിനെയൊക്കെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്തെങ്കിലും പ്രശ്നമുള്ളവന്മാരെ ചോദിക്കുള്ളൂ ഇവർ. അത്ര അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സോ അത്രയും മതിയില്ലേ.